ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ മസാല ഗ്രേവിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പനീർ 250 ഗ്രാം എടുത്തു. മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും. പനീർ മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇല്ല, എനിക്ക് കുരുമുളകേ ഉള്ളൂ, അത് പിന്നെ ചേർക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും രുചികരമായിട്ട് തോന്നുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പനീർ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു പനീർ മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. നമുക്ക് പനീർ മസാല ഉണ്ടാക്കാൻ ഞാൻ കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തു. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വഴറ്റി എടുക്കണം. നമുക്ക് ഗ്രേവിക്കാണ് ഇത്. ഹാഫ് ഫ്രൈ ആയാൽ മതി, അരച്ചെടുക്കാനാണ് ചൂടാറുമ്പോൾ. അപ്പം ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 സ്പൂണ് തേങ്ങ തിരുകിയതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് കൊഴുപ്പിന് വേണ്ടി. കുക്കായിട്ടുണ്ട്. ഇതിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം, ചൂടാറണം. എന്നിട്ട് അരച്ചെടുക്കണം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് മാറിനേറ്റ് ചെയ്ത പനീറൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഹാഫ് ഫ്രൈ ആവാവൂ, അല്ലെങ്കിൽ കട്ടിയായിപ്പോവും. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ പനീറും ഞാൻ അതിനകത്ത് അങ്ങ് ഇട്ട് കൊടുത്തു. ചെറിയ കഷ്ണം ആക്കിയത് കൊണ്ട് തിരിച്ചിടാൻ എളുപ്പമാണ്. ഞാൻ തിരിച്ചിട്ടു. പിന്നെ ബാക്കി വരുന്ന എണ്ണ നമുക്ക് സവാള വഴട്ടാനും ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനെടുക്കാം. നമുക്ക് ഗ്രേവിക്കുള്ളത് ഞാൻ വഴറ്റി വെച്ചത് 1 സ്പൂൺ തൈരൂടെ ചേർത്ത് അരച്ചെടുക്കാം. എല്ലാ പനീറും അങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എണ്ണ, ഞാൻ പറഞ്ഞില്ലേ പനീർ വറുത്ത എണ്ണ ഉണ്ട്, അത് ശകലം ഉണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ചേർത്തു. സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ഗ്രേവി ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു, മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാല തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പം പനീർ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. ഇതാണ് പനീർ മസാല ഗ്രേവി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.